നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം തിങ്കളാഴ്ചയാണ്. സോമവാരമെന്ന് പറയും. ഇന്ന് 1201 കർക്കിടക മാസം 11-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 27-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:16 അസ്തമയം വൈകിട്ട് 6:47 തിങ്കളാഴ്ചത്തെ രാഹുലം നിങ്ങൾക്കറിയാം, കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. ഇന്ന് വെളുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. നല്ല തിഥിയാണ് വെളുത്തപക്ഷത്തിലെ ത്രയോദശി തിഥി. ചന്ദ്രൻ പൗർണമിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ത്രയോദശി കഴിഞ്ഞാൽ പിന്നെ ചതുർദശി, പിന്നീട് പൗർണമി. ചന്ദ്രൻ്റെ പക്ഷബലത്തിൻ്റെ പൂർണ്ണതയാണ് പൗർണമി. അതിനപ്പുറത്ത് ചന്ദ്രന് പിന്നീട് പ്രകാശകിരണങ്ങളില്ല. പൗർണമി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചന്ദ്രൻ കറുത്തപക്ഷത്തിലേക്ക് വരും. 1-ാം തീയതി പ്രഥമാതിഥി, പ്രതിപദം എന്നൊക്കെ നാം പറയും. അങ്ങനെ ചന്ദ്രൻ ദുർബലമായി വരുന്ന അവസാനത്തെ തൻ്റെ രശ്മികൾ, കിരണങ്ങളൊക്കെ വളരെ ദുർബലമായി നിൽക്കുന്ന അവസ്ഥയാണ്. ആ 15-ാമത്തെ ദിനത്തിനാണ് നാം അമാവാസി എന്നും പറയുക. ഇന്നത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. വെളുത്തപക്ഷത്തിൻ്റെ മൂലം വളരെ നല്ലതാണ്. ആൺമൂലം അരകെട്ടി വാഴും, പെൺമൂലം പെരുവഴി, മൂലം വന്നാൽ മുടിചൂടുമെന്നൊക്കെ ഖ്യാതിയുണ്ട് മൂലം നക്ഷത്രത്തിൽ. കാലത്തുള്ള മൂലം നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. 10:25 വരെ. 10:25 കഴിഞ്ഞാൽ പിന്നെ ഏത് നക്ഷത്രമായി? പൂരാടം നക്ഷത്രം. പൂരാടം വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണ്. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടേവ 7 നാൾ വിതക്കിൽ വെളിയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. യമൻ എന്നാൽ ഭരണി, രുദ്രൻ, തിരുവാതിര, അഹിയായില്യം. പിന്നീട് പൂരം, പൂരാടം, പുരുരുട്ടാതി, അപ്രകാരം തൃക്കേട്ട. ഈ നക്ഷത്രങ്ങളൊന്നും തന്നെ വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്ര പോയാൽ തിരിച്ചു വരത്തന്നെ നക്ഷത്രമാണെന്ന് അറിയണം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്ഷേത്ര ദർശനത്തിന് കാലത്ത് മൂലം നക്ഷത്രത്തിന് ഏറ്റവും നല്ലത് അടുത്തുള്ള സർപ്പസങ്കേതത്തിലാണ്. ആയില്യപൂജ, സർപ്പബലി, അല്ലെങ്കിൽ ഞങ്ങൾക്കവിടെ മഞ്ഞൾപ്പൊടിയോ നൂറും പാലും ഒക്കെ നിങ്ങൾക്ക് സമർപ്പിക്കാം. കേരളത്തിന് വെളിയിലുള്ളവർക്ക് ആയില്യപൂജ, സർപ്പബലി, അപ്രകാരം നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യാം. സർപ്പപ്രീതി നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥന ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്നാകുന്നു. ഇന്ന് വൈകിട്ട് തിങ്കളാഴ്ചയാണ്. പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രം ശുക്രൻ്റെ നക്ഷത്രമാണ്. ഭരണിപുരം പൂരാടം. തിങ്കളാഴ്ച ദേവിയാണ്, ശുക്രൻ ദേവിയാണ്. അതിനാൽ വിളക്കുമാല പായസം ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു ശുഭകാര്യത്തിന് സമയം കണ്ടെത്തണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ മാത്രം 11:15 മുതൽ 12 മണി വരെയുള്ള സമയം. ആ നക്ഷത്രത്തിൻ്റെ ദോഷഫലങ്ങൾ അങ്ങേയറ്റമുണ്ട് പൂരാടത്തിന്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ഈ ഒരു സമയം സ്വീകരിക്കുക. നല്ല കാലഹോരയാണ്, നല്ല രാശിയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നൽകിയിട്ടുള്ളത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഇന്നത്തെ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.